ആ കാളകൂട വിഷം ഭൂമിയിൽ പരന്നാൽ മനുഷ്യനും മൃഗങ്ങളൊക്കെ ചത്തു. പരമശിവൻ എന്ത് ചെയ്തു? പരമശിവൻ ആ വിഷം വാരി അങ്ങോട്ട് കുടിച്ചു കളഞ്ഞു. പാർവതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർവതി ചാടി ഒരു ഭാര്യയും ഭർത്താവിന്റെ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. അവിടെ കയറി ഒരൊറ്റ പിടി. ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ചെവിക്കൽ ഒരു അടി വെച്ചുകൊണ്ട് തന്നെയാണ്. പരമശിവൻ ചിരിച്ച്, വിവരമില്ലാത്ത പെണ്ണുമുള്ള. കാരണം സൃഷ്ടി നോക്കുന്നത് ബ്രഹ്മാവാണ്, പരിപാലനം നോക്കുന്നത് വിഷ്ണുവാണ്. സംഹാരം അല്ലെങ്കിൽ മരണത്തിന് ദേവനാരാണ്? പരമശിവൻ. മരണത്തിന് ദേവന് മരണമുണ്ടോ? മരണമില്ല. വിവരം കേട്ട പെണ്ണുമ്പിളയ്ക്കത് മനസ്സിലായില്ല. ഭർത്താവ് മരിക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ പിടി അവിടെ വിഷം കൺസോളിഡേറ്റ് ചെയ്തു. അവിടെ വള്ളത്തോൾ നാരായണ മേനോൻ പരമശിവനെ വർണ്ണിക്കുകയാണ്. നീലകണ്ഠനായതല്ലോ പരമശിവൻ, വിഷം കയറി നീലയായിട്ടങ്ങ് സ്തംഭിച്ചിരിപ്പായി. അങ്ങനെ വിഷത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലായില്ല. ഈ കുഴപ്പം, പാർവതിയുടെ കുഴപ്പം, ഭർത്താക്കന്മാർക്ക് കഴിവ് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ എന്തുണ്ടായി? ഭാര്യ മിസസ് അലക്സാണ്ടർ ജേക്കബ്. പേരെന്തുകൊണ്ട്? ആ അലക്സാണ്ടർ ജേക്കബ് ഭാര്യ. പരമശിവനെ പണി ചെയ്താ? ഇല്ല. പരമശിവൻ എന്ത് വിളിച്ചു? പരമശിവൻ സ്വയം വിളിച്ചു ശോഭാ പരമേശ്വരൻ, പാർവതി വല്ലഭൻ. പാർവതി മിസസ് പരമശിവനാക്കിയോ? പരമശിവൻ ഇല്ല. പാർവതി വല്ലഭൻ. പരമശിവൻ വിളിച്ചു ഗൗരീശിവൻ.